Hello everyone, welcome to a new series of Solo Diaries. It's me Geetu. ഇന്ന് പുതിയൊരു ട്രാവൽ വ്ലോഗ് ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബർമിംഗ്ഹാമിലേക്കാണ്. അപ്പൊ പോയാലോ നമുക്ക്? ലെറ്റ്സ് ഗോ. Then meet my friend ജസീന. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ആണ് ട്രെയിനില്. എനിക്ക് തോന്നുന്നു യു കെയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ഒന്ന് റെയിൽവേ തന്നെയാണ്. ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്നത് ട്രെയിൻ തന്നെയാണ് എവിടെ പോകാനും. സോ ഇതാണ് ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ. നല്ല വലിയ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് പോയ ദിവസം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേഷന്റെ ഔട്ട്സൈഡിലേക്ക് പോയി. ഇതാണ് ന്യൂ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ ഔട്ട്സൈഡ് വ്യൂ. എന്ത് രസമല്ലേ കാണാൻ വേണ്ടി തന്നെ. നല്ല ഒത്തിരി വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യു കെയിൽ ഇപ്പോൾ വന്നിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആകാൻ പോവാണ്. പക്ഷെ ഞാൻ ഇവിടെ ബർമിംഗ്ഹാമിൽ പോകുന്നത് ഇതെന്റെ ഫസ്റ്റ് ടൈമാണ്. സോ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിരുന്നു. ബാക്കിയുള്ള പ്ലേസ് കാണാൻ വേണ്ടി ഞങ്ങൾ ബസ്സാണ് ചൂസ് ചെയ്തത്. അതൊരു കണക്കിന് നന്നായെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബസ്സിൽ ഗ്രൂപ്പായിട്ട് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ 8.90 പൗണ്ട്സിൽ നമുക്ക് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് 1 ഡേ ബർമിംഗ്ഹാം ചുറ്റാൻ പറ്റും. സിംഗിൾ ആണെങ്കിൽ 4.90 പൗണ്ട്സ് ആണ്. അതുകൊണ്ട് ഗ്രൂപ്പ് അല്ലേ ബെറ്റർ. അങ്ങനെ ഞങ്ങൾ പല പല സ്ഥലങ്ങൾ കണ്ടു. ആ കാണുന്നത് ഒരു ലൈബ്രറിയാണ്. എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. അതിന്റെ ഡിസൈൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോയത് ഗ്രാൻഡ് സെൻട്രൽ മോളിലേക്കാണ്. അവിടെ കൂടുതലും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ആ നിൽക്കുന്ന ഒരാളെയാണ്. അതാണ് നമ്മുടെ ഓസി. അതൊരു ബുള്ളാണ്. അത് ഫുള്ളായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് കാസ്റ്റ് അയൺ വെച്ചാണ്. അത് ഓരോ 15 മിനിറ്റ്സിലും ഇങ്ങനെ മൂവ് ചെയ്യും. നല്ല രസമില്ലേ. പിന്നെ പോയത് നമ്മുടെ ഇൻഡോർ മാർക്കറ്റിലേക്കാണ്. ബർമിംഗ്ഹാമിലേക്ക് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു മാർക്കറ്റാണ്. ഒത്തിരി എല്ലാ ഫിഷുകളും അതുപോലെ തന്നെ എല്ലാ മീറ്റുകളും തുണികള് പിന്നെ പാത്രങ്ങള് പൊടിവകകള് അങ്ങനെ എല്ലാം ആ മാർക്കറ്റിലുണ്ട്. ഞാൻ ഇതുവരെ നാട്ടിൽ കാണാത്ത മീനുകളെ വരെ ഞാൻ ഇവിടെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നീരാളി കൂന്തല അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പോർക്ക് മീറ്റ് ചിക്കൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം ആണ്. ഈ മൃഗങ്ങളുടെ ഒക്കെ തലയും വാലും കണ്ണും ഒക്കെ വിൽക്കുന്നു. ആരാണോ ദൈവമേ ഇതൊക്കെ തിന്നുന്നേ അല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ നന്നായിട്ട് വിശന്നു കഴിഞ്ഞപ്പം എവിടെയെങ്കിലും കഴിക്കണമല്ലോ. അപ്പൊ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് കിട്ടി, അൺലിമിറ്റഡ് ഫുഡ് കിട്ടുന്നത്. എന്നാ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാണ് ഈ സ്പോട്ട്, നമ്മുടെ ജിമ്മി സ്പൈസസ്. ഇവിടെ നമുക്ക് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ടൈമും അലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിനും ഡിഫറെന്റ് റേറ്റുകളുമാണ്. അങ്ങനെ ഞങ്ങൾ ജിമ്മി സ്പൈസസിൽ പോയി. ഞങ്ങൾ ലഞ്ചിന് വേണ്ടിയായിരുന്നു പോയത്. അപ്പൊ പെർ പേഴ്സൺ 13.99 പൗണ്ട്സ്. ടോട്ടൽ 14 പൗണ്ട് ആണ് ഒരാൾക്ക് വരുന്നത്. 14 പൗണ്ട്സ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ നമ്മൾക്ക് ഡ്രിങ്ക്സ് ആ 14 പൗണ്ട്സിൽ വരത്തില്ല. അത് സെപ്പറേറ്റ് ആണ്. ബാക്കിയുള്ള എല്ലാം അതിനകത്ത് വരും. ഇതൊരു ബൊഫേ സിസ്റ്റം പോലാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. ചിക്കൻ്റെ ഐറ്റംസ്, മട്ടൺ, മീറ്റ്, അങ്ങനെ ബിരിയാണികള്, റൈസ്, സാമ്പാർ, പപ്പടം. എൻ്റെ ദൈവമേ കണ്ടപ്പം തന്നെ വിശപ്പായിരുന്നു. ഫിഷ് ഐറ്റംസ്, സലാഡ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 14 പൗണ്ട്സിൽ ഇത് നല്ല വർത്ത് തന്നെയാണ് ഒരാൾക്ക്. പിന്നെ പാനിപൂരി കണ്ടില്ലേ. പിന്നെ ഇതൊക്കെയാണ് ഫുഡ്. ഞാൻ എൻ്റെ കലാപരിപാടികൾ തുടങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കഴിപ്പൊക്കെ തുടങ്ങി. പിന്നെ കൂടുതലായിട്ടും കണ്ടത് നമ്മുടെ ലൈവ് മസാല ദോശ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. നല്ല രുചിയായിരുന്നു ലൈവ് മസാല ദോശ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നാന്, പറാട്ട, പിന്നെ ഐസ്ക്രീമുകള്, ഡെസേർട്ട് ഐറ്റംസ് ലൈക്ക് കേക്കുകള്, അങ്ങനെ പല ഫ്ലേവറിന്റെ കേക്കുകള്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് 5 മണി വരെയാണ് ടൈം ഉച്ചക്കത്തെ ലഞ്ചിന്റെ. സോ പതുക്കെ ഇരുന്ന് വയറ് നിറഞ്ഞ് കഴിച്ചാൽ മതി. റെസ്റ്റ് എടുത്ത് നമുക്ക് കഴിക്കാൻ സമയമുണ്ട്. എന്തായാലും ഞങ്ങൾ കഴിച്ച് ഞങ്ങളുടെ വയറ് ഫുള്ളായിരുന്നു. നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. നല്ല രസമായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങള് ബർമിംഗ്ഹാം യാത്ര അവിടം കൊണ്ട് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.